ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകളാണ്. ഇന്ന് എന്തായിരുന്നു അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിച്ചത് എന്നുള്ളത്. എപ്പോഴും നമ്മൾ സെയിം ടോപ്പിക് തന്നെയാണ് എടുക്കുന്നത്. സോ നമ്മൾ പൈൽ റീഡിങ്സ് എടുക്കുന്നതാണ്, അതിന് ഒരുപാട് ടൈം എടുക്കും. അതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകളാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിസ്കൗണ്ട് ചോദിക്കുന്ന ആളുകൾക്ക് നമ്മൾ എല്ലാ മാസവും ഓഫർ ഇടുന്നതാണ്. ആ ടൈമിലെല്ലാം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ഓഫർ തീർന്നു കഴിയുമ്പോഴാണ് ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു വരിക കേട്ടോ. അത്രയും ദിവസം ചോദിച്ചു വരത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 7 ഓഫ് കപ്സ് ആണ് എനിക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ കടമകൾ ചെയ്ത് തീർക്കാനുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. കുറേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, തേർഡ് പാർട്ടികളുണ്ട്. ഫാമിലിയിലുള്ള അംഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. കടമകൾ ചെയ്യാൻ ഉണ്ട് ഈ തേർഡ് പാർട്ടീൻ്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എന്നുള്ളത് കാണുന്നു. അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തികളാണ് ഈ തേർഡ് പാർട്ടികൾ. സോ ഒരുപാട് പേരെ കാണിക്കുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഫസ്റ്റ് തന്നെ നോക്കുമ്പം ഇവർ കൂടുതലും ഈ ഒരു കടമയിലേക്ക് ഫോക്കസ്ഡ് ആയി നിൽക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്താണോ അതിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അവരുടെ എനർജി നോക്കിയതാണ്. തോട്ട്സ് നോക്കാം. 6 ഓഫ് സോഡ്സ് ആണ്. ഇപ്പം മൂവ് ചെയ്യേണ്ടി വരുന്നത് തേർഡ് പാർട്ടിയുടെ കൂടെയാണ്. പക്ഷേ മനസ്സില്ലാ മനസ്സോടെയാണ് നിങ്ങളുടെ വ്യക്തി മൂവ് ചെയ്യുന്നത്. അതായത് ഇവർക്ക് ഒട്ടും താല്പര്യം ഇല്ല ഈ തേർഡ് പാർട്ടിയുടെ കൂടെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ അതിൻ്റെ കൂടെ മൂവ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റി ആലോചിച്ചുകൊണ്ട് അവർക്ക് പോവേണ്ടി വരുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ. മേ ബി തേർഡ് പാർട്ടി ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ആരാണ് നിങ്ങളെക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണോ അവരുടെ ലൈഫിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ പോകുന്നത് അവർക്ക് താല്പര്യമില്ലാതെയാണ് ഞാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവരുടെ തോട്ട്സ് കേട്ടോ. തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അവർ പോകുന്നത്, തേർഡ് പാർട്ടീനെ കൊണ്ടാണ് പോകുന്നത്. പക്ഷേ താല്പര്യമില്ലാതെയുള്ളൊരു പോക്കാണ് കാണുന്നത്. ഫുൾ കാർഡാണ്. ഒരു ഫ്രീഡം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഒരു ഫ്രീഡം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഫ്രീഡം കിട്ടിയതിൻ്റെ ശേഷം നിങ്ങളുമായിട്ടൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ഫ്രീഡം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ചും കൂടി കൂടുതൽ കമ്മിറ്റ്മെൻറ്റുള്ള തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അതിൽ നിന്നും ഒരു ഫ്രീഡം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് കാണിക്കുന്നത്. സ്ട്രെങ്ത് ആണ്. പവർ എടുക്കും, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആവും, സ്ട്രോങ് ആകും എന്നുള്ളത് ഇവർ വിചാരിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ഫ്രീഡം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കൂ, അതിലൂടെ നിങ്ങളെ നേടാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. സ്ട്രോങ് ആകണം, വളരെ ബോൾഡ് ആകണം എന്നുള്ള രീതിയിൽ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്ക് കിട്ടൂ എന്നുള്ളത് അവർക്കറിയാം. ആൻഡ് 2 ഓഫ് സോഡ്സ് ആണ്. കൺഫ്യൂഷൻസ് ഇപ്പോഴും അവർക്ക് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി കണ്ടു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അപ്പോൾ മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ആണ്. ഇവിടെ നിങ്ങളൊരു സൈഡ് ഉണ്ടാവുമായിരിക്കും, ഈ വേറൊരു സിറ്റുവേഷൻ ഒരു സൈഡ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിൽ രണ്ടിലേക്കും ഒറ്റൊന്നിലേക്ക് അവർക്ക് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അത് അവർ എന്താ പറയുക, വേദനാജനകമാണ് അവർക്ക് ആ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റക്കായിട്ട് കണ്ണ് കെട്ടി ഇരിക്കുകയാണ് അവർ. കുറച്ചധികം കാർഡ്സ് താഴെ പോയി, അതുകൊണ്ട് ഞാൻ കാർഡ്സ് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ടാരോട്ട് കാർഡ്. നിങ്ങളുടെ
വ്യക്തിയുടെ തോട്ട്സ് ആണ് നോക്കുന്നത്. എന്തായിരുന്നു അവർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടോ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചത്. ഇവിടെ നമ്മളിവിടെ കണ്ടു അവർക്ക് മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉള്ളത് കൊണ്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലാത്തൊരു എനർജിയാണ്. അവർക്ക് തന്നെ സ്വയം അറിയാം അവർക്ക് അതിനുള്ളൊരു പവർ ഇല്ല എന്നുള്ളത്. 5 of Wands ആണ്. ഇവിടെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും ഫൈറ്റിംഗ് ആണ് എന്നുള്ളൊരു തോട്ട്സ് അവർക്ക് പോകുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവർക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയണമെന്ന് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈറ്റിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളൊരു ബോധം ഈ പേഴ്സണ് നല്ല രീതിക്ക് ഉണ്ട്. ഫൈറ്റിംഗ് ആയിരിക്കാം. നിങ്ങൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കൽ, ആൻസർ കിട്ടാത്തതിന് പിന്നെയും വഴക്ക്. അതായത് കോണ്ടാക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് പ്രോപ്പർ ആയിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ സാധിക്കുന്നുണ്ടാവില്ലായിരിക്കും. അതിനെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിന്റെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ എലോൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തി നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി അത് കോൾ വിളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. വളരെയധികം ഹോപ്പ് കൊടുക്കുന്നുണ്ട് ഈ പേഴ്സൺ. നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഹോപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരുന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ എന്ത് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും എപ്പോൾ കയറി ചെന്നാലും നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളതായിരിക്കും ഒരു ഹോപ്പ്. 9 of Swords ആണ്. മെമ്മറീസുകൾ അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു എനർജിയാണ്. അതായത് ഇന്നത്തെ ഡേ അവർ ഭയങ്കരമായിട്ടും നിങ്ങളെക്കുറിച്ച് ഇരുന്ന് ചിന്തിച്ചു എന്ന് വേണം പറയണമെങ്കിൽ. സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് ചുറ്റിനും നടക്കുന്നതെന്നുള്ളത് അവർ നല്ല രീതിക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഇവർക്കൊരു എനർജി വേണം, അല്ലെങ്കിൽ ഇവർക്കൊരു ഹീലിംഗ് വേണം, അല്ലെങ്കിൽ ഒരു പവർ വേണമെങ്കിൽ മാത്രമേ നിങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള നല്ലൊരു ബോധ്യം ഇവർക്കുണ്ട്. പക്ഷേ അതവർക്ക് സാധ്യമാകാൻ കുറച്ച് ടൈം വേണം എന്നുള്ളതാണ്. ഇവിടെ 8 of Wands ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾക്ക് എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സന്തോഷം ഈ പേഴ്സണിൽ നിന്നും കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സഡൻ ആയിട്ട് തന്നെ കിട്ടും. മേ ബി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കാം, ഇന്നത്തെ ദിവസം തന്നെ ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കിട്ടും. അത് ഈ വ്യക്തിയിൽ നിന്ന് മേ ബി മെസ്സേജ് ആയിരിക്കും, കോൾ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ന്യൂസ് ആയിരിക്കും, ബ്ലോക്ക് അഴിക്കുന്നതായിരിക്കും, അങ്ങനെ എന്തുമാകാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ തോട്ട്സ് ആണ് നമ്മൾ നോക്കിയത്. ഒന്നുമില്ല, ഇതിലാകെ മെയിനായിട്ടും പറയാനുള്ള കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് അവരുടെ ലൈഫിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ ഈ പേഴ്സൺ നല്ല രീതിക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് ഇവർക്കൊരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നൊരു ഫ്രീഡം ഇവർ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ അവർക്ക് സാധിക്കൂ എന്നുള്ളത്. അപ്പം ഇന്നത്തെ അവരുടെ തോട്ട്സ് ഇതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.